ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഐസക്കും കെവിനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ഐസക് പറയാണ്, ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കെതിരെ വലിയൊരു ആരോപണമാണ് വന്നിരിക്കുന്നത്. എന്നെ തന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടുപിടിക്കണം. ഇത് കേട്ട കെവിൻ പറയാണ്, സാറേ അതെവിടുന്ന് കണ്ടുപിടിക്കാനാണ്? ഐസക്, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാന ഘട്ടത്തിൽ എവിടുന്ന് കണ്ടുപിടിക്കേണ്ടത് എന്ന് എന്നോടാണോ ചോദിക്കുന്നത്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ തന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കാൻ എനിക്ക് പറ്റില്ല. പറ്റുമെങ്കിൽ എവിടേക്കാന്ന് വെച്ചാൽ സ്വന്തമായിട്ട് രക്ഷപ്പെട്ട് ഓടുക. ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കെതിരെ അന്വേഷണം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നമ്മൾ മറച്ചുവെച്ച എല്ലാ രഹസ്യങ്ങളും പുറത്തു വരും. അപ്പോൾ നീയടക്കം എല്ലാവരും അകത്താകും. ഇത് കേട്ട കെവിൻ പറയാണ്, സാർ ഇതിനെക്കുറിച്ച് ഇസബെല്ലയോട് പറയണം. കെവിനെ ആകെ വിഷമിപ്പിച്ചുകൊണ്ട് ഐസക് അവിടെ നിന്നും പോകുന്നു. അടുത്ത രംഗത്തിൽ ദേവികയും ശാരികയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ശാരിക പറയാണ്, ചേച്ചി എൻ്റെ മനസ്സിലൊരു തോന്നൽ ഞാൻ തുറന്നു പറഞ്ഞോട്ടെ? ദേവിക, എന്താന്ന് വെച്ചാൽ നീ തുറന്നു പറഞ്ഞു. ഇതേട്ട് ശാരിക പറയാണ്, ഋഷിയെ ചേച്ചിയാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നതെന്നും എസ്തപ്പാൻ ചേട്ടൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളതെന്നും അരുന്ധതി മേഡം വിശ്വസിച്ചിരിക്കുകയല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഋഷിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുകയാണെങ്കിൽ അരുന്ധതി മേഡം ചേച്ചിക്ക് നേരെയല്ലേ തിരിയുക? ചേച്ചിയല്ലേ കുറ്റക്കാരിയാവുക? ദേവിക, സംശയം എന്താ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാ. ഇതേട്ട് ശാരിക പറയാണ്, ചേച്ചി ഇതൊരു മരണക്കളിയല്ലേ? ദേവിക, നന്ദുവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതല്ല ഇതിനപ്പുറവും ഞാൻ ചെയ്യും. ശാരിക പറയാണ്, ഇസബെല്ലക്കും കെവിനും ഇതൊരു തുറുപ്പു ചീട്ടായിട്ട് ചേച്ചിക്ക് നേരെ ആഞ്ഞടിക്കാനുള്ള ഒരു ആയുധമാകും. ദേവിക, എനിക്കറിയാം. പക്ഷേ എനിക്ക് നന്ദനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. അവന് വേണ്ടി ഞാൻ ജീവനും കൊടുക്കും. ശാരിക മറുപടി പറയാണ്, ചേച്ചി, നമ്മൾ ആഗ്രഹിച്ച ആ നിമിഷം നമുക്ക് കിട്ടുമോ? നന്ദേട്ടന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? ഇതേട്ട ദേവിക, ഷാരി, നീ എന്തൊക്കെയാ പറയുന്നേ? ഒരിക്കലുമില്ല. നന്ദു എവിടെയോ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നുണ്ട്. അതെനിക്ക് ഉറപ്പാ. എൻ്റെ മനസ്സ് അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയല്ലെങ്കിൽ നന്ദു ഇല്ലാതെ ഈ ലോകത്ത് ഞാൻ ഉണ്ടാകില്ല. അടുത്ത രംഗത്തിൽ ഋഷിയും പ്രകാശനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. പ്രകാശം പറയാണ്, എന്താ ഋഷി, ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് നീ ചിന്തിച്ചോ? ചന്ദ്രത്ത് വീട്ടിലേക്ക് ആ ശാരികയെ കല്യാണം കഴിച്ച് കയറി വരുന്നതിനെക്കുറിച്ച് ആലോചിച്ചോ? ഇത് കേട്ട ഋഷി, ഏയ്, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. കാരണം അതൊക്കെ നടക്കാത്ത കാര്യമാണ്. പിന്നെ വെറുതെ അത് ആലോചിച്ച് തല പുണ്ണാക്കേണ്ടല്ലോ. തനിക്ക് ഞങ്ങളെ വെച്ച് എന്തൊക്കെയോ മറ്റു പല ഉദ്ദേശങ്ങളുമുണ്ട്. നന്ദനെ വെച്ചും അതുപോലെ എന്നെ വെച്ചും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് തെളിയിച്ചു പറ. പ്രകാശം പറയാണ്, ഓ, അപ്പോൾ ഋഷി അങ്ങനെ മന്ദബുദ്ധിയാക്കാൻ പറ്റില്ലെന്ന് തെളിയിച്ചു അല്ലേ? ഇതേട്ട ഋഷി, ആ പിന്നല്ലാതെ, തനിക്ക് ചതുർത്ഥി വീട്ടുകാരെ തകർക്കുക എന്ന് മാത്രമല്ലാതെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളിലുണ്ട്. മര്യാദയ്ക്ക് തുറന്നു പറയുന്നതായിരിക്കും നല്ലത്. പ്രകാശം പറയാണ്, എങ്കിൽ എൻ്റെ ലക്ഷ്യം പണമാണെന്ന് പറയാം. ഋഷി, പണമോ? എത്ര പണം വേണം തനിക്ക്? കോടികൾ വേണോ? എൻ്റെ അമ്മ നിനക്ക് തരും. ഇത് കേട്ട പ്രകാശൻ, അത് തീരുമാനിക്കുന്നത് ഞാനല്ല. നിങ്ങളുടെയൊക്കെ ബോസ് ഞാനാണെങ്കിൽ എനിക്ക് മുകളിൽ ഒരു ബോസ് ഉണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് പണത്തിനെ കുറിച്ച് നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. ഋഷി, എങ്കിൽ പിന്നെ ചോദിക്ക്. ആരായാൾ? അയാളോട് ചോദിക്ക്. അയാൾക്ക് പണം കൊടുക്കാം. പക്ഷേ അയാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തനിക്ക് തരാം. എന്നെ ഇവിടെ നിന്ന് വിട്ടയച്ചാൽ മാത്രം മതി. നന്ദനി പനി ബാധിക്കുമ്പോൾ ഗുണ്ടയും പ്രകാശനും ഗുണ്ട ഓടി വരുന്നു. ഗുണ്ട പറയാണ്, അയ്യോ സാറേ, എത്രയും പെട്ടെന്ന് നന്ദൻ്റെ അടുത്തേക്കൊന്ന് വരണം. അവനവിടെ വീണു കിടക്കുന്നു. പ്രകാശം പറയാണ്, എന്ത്, നന്ദൻ വീണെന്നോ? ഗുണ്ട, അതെ, രക്തം ഛർദ്ദിക്കുന്നുണ്ട്. അവർ നന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. പ്രകാശം പറയാണ്, നിങ്ങളെല്ലാവരും ചേർന്ന് ഇവനെ എന്തെങ്കിലും ചെയ്തോ? ഗുണ്ട, അയ്യോ സാറേ, ഞങ്ങളൊന്നും ചെയ്തില്ല. കഴിക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയതേ ഉള്ളൂ. സൗണ്ട് കേട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്നതാ കാണുന്നത്. ഇതേട്ട പ്രകാശൻ നന്ദനെ തൊട്ടു നോക്കിക്കൊണ്ട് പറയാണ്, അയ്യോ, ഇവൻ എന്താ പറ്റിയത്? നല്ല പനിയുണ്ടല്ലോ. ഗുണ്ട, ആ, ഇന്നലെ മുതൽ നല്ല പനിയുണ്ടായിരുന്നു. പ്രകാശൻ, എന്നിട്ടാണ് ഒന്നും പറയാതിരുന്നത്? ഗുണ്ട പറയാണ്, പിന്നെ സാറിൻ്റെ അടുത്ത് പറയണ്ട എന്ന് കരുതി. അത്രയ്ക്ക് വലിയ പനിയായിട്ട് തോന്നിയില്ല. പ്രകാശൻ മുഖത്ത് വെള്ളം തെളിക്കുമ്പോൾ നന്ദൻ വീണ്ടും അബോധാവസ്ഥയിലാകുന്നു. ഇത് കണ്ട ഗുണ്ട പറയാണ്, സാറേ, ഇത് പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് നന്ദനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. പ്രകാശം പറയാണ്, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനൊന്നും പറ്റില്ല. ഡോക്ടറെ ഇങ്ങോട്ട് വരുത്താം. അടുത്ത രംഗത്തിൽ പ്രഭാവതിയും ദേവികയും തമ്മിലുള്ള ഫോൺ കോളാണ് കാണിക്കുന്നത്. പ്രഭാവതി കരഞ്ഞുകൊണ്ട് പറയാണ്, മോളെ ദേവി, നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നിനക്ക്? ദേവിക, എന്താ അമ്മേ, അമ്മയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. പ്രഭാവതി, മാറ്റിവെക്കാൻ പറ്റാത്ത എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വേണ്ട. പക്ഷേ എനിക്ക് വേണ്ടി മോളൊരു കാര്യം ചെയ്യണം. നന്ദുവിൻ്റെ പേരിൽ കുറച്ച് വഴിപാട് കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ അവിടേക്കൊന്നും പോകാൻ മനസ്സ് തോന്നുന്നില്ല. ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് വയ്യ. ഞാൻ തളർന്നു വീട് മരിച്ചു പോകും മോളെ. ദേവിക,
എന്താ അമ്മ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്രഭാവതി: മോൾ ചെന്ന് നന്ദുവിന് വേണ്ടിയുള്ള എല്ലാ വഴിപാടും തീർക്കണം. ഇത് കേട്ട ദേവിക: ശരിയമ്മേ, അമ്മ കരയാതിരിക്കെ. പ്രഭാവതി: മോളെ, നമ്മുടെ നന്ദനെ നമുക്ക് തിരിച്ചു കിട്ടുമോ? ദേവിക: അമ്മയെ തിരിച്ചു കിട്ടും, ആരോഗ്യവാനെ തിരിച്ചു കിട്ടും. പ്രഭാവതി: കിട്ടിയില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകും മോളെ. അടുത്ത രംഗത്തിൽ പ്രഭാവതിയും സിദ്ധാർത്ഥനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. സിദ്ധാർത്ഥൻ അവിടേക്ക് വരുന്നു. എന്താ, ആരെയെ വിളിച്ചത്? പ്രഭാവതി: ഞാൻ ദേവികയെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് വഴിപാടുണ്ട്, അവളോട് ചെന്ന് അതൊക്കെ തീർത്തിട്ട് വരാമെന്ന് ചോദിക്കുകയായിരുന്നു. ഇത് കേട്ട സിദ്ധാർത്ഥൻ: തനിക്ക് തന്നെ പോയിക്കൂടെ? പ്രഭാവതി: ഇല്ല സിദ്ധു, എനിക്ക് പോകാൻ മനസ്സില്ല. പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും പറ്റുന്നില്ല. മനസ്സും ശരീരവും ഒരുപോലെ തകർന്നിരിക്കുന്നു. ഇത് കേട്ട സിദ്ധാർത്ഥൻ പറയാണ്: തനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നാളെ തന്നെ ഒരു ഡോക്ടറെ വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കാം. താൻ എന്തായാലും ഡോക്ടറെ അടുത്ത് പോയേ മതിയാകൂ. പ്രഭാവതി: വേണ്ട സിദ്ധു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഇരുന്നോളാം. സിദ്ധു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നമ്മുടെ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? സിദ്ധാർത്ഥൻ മിണ്ടാതിരിക്കുന്നു. പ്രഭാവതി പറയാണ്: സിദ്ധു, ഈ മൗനത്തിന്റെ അർത്ഥം എന്താ? സിദ്ധാർത്ഥൻ പറയാണ്: താൻ പേടിക്കാതിരിക്കെ. DGPയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം സ്പെഷ്യൽ ടീമിനെ തന്നെ അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നന്ദനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടും. അടുത്ത രംഗത്തിൽ പ്രകാശനും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. കണ്ണുകെട്ടിക്കൊണ്ട് ഡോക്ടർ താവളത്തിൽ എത്തിക്കുന്നു. രഹസ്യ സ്വഭാവമായതുകൊണ്ട് സാറെ കണ്ണുകെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പ്രകാശൻ പറയുന്നു. ഡോക്ടർ മനസ്സിൽ ചിന്തിക്കുകയാണ്: ഇത് കാണാതായ നന്ദനല്ലേ? MLA സിദ്ധാർത്ഥന്റെയും ദേവികയുടെയും ബന്ധു. പ്രകാശൻ: എന്താ സാർ ചിന്തിക്കുന്നത്? ഡോക്ടർ: ഏയ് ഒന്നുമില്ല. എന്താ പെട്ടെന്ന് പറ്റിയത്? പ്രകാശൻ പറയാണ്: അത് പനിയായിരുന്നു, രക്തം ഛർദ്ദിച്ചു. ഡോക്ടർ: ശരി, ഞാനൊന്ന് നോക്കട്ടെ. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറയാണ്: ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. ഇത് കേട്ട പ്രകാശൻ: ഏയ്, ഹോസ്പിറ്റലിലേക്കൊന്നും മാറ്റാൻ പറ്റില്ല ഡോക്ടർ. ഇത് കേട്ട ഡോക്ടർ പറയാണ്: അങ്ങനെ പറഞ്ഞാൽ മതിയാകില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയില്ലെങ്കിൽ കാര്യങ്ങൾ അപകടത്തിലാകും. ഇത് കേട്ട പ്രകാശൻ: അത് വേണ്ട ഡോക്ടർ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് നന്ദനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ നോക്ക്.